നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മെയിൽ ഐ ഡിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ സെറ്റിങ്സുകളുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഞാനിവിടെ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ ഒരു മെയിൽ ഐ ഡി തുറന്നപ്പോൾ ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ്, ഒരു റെഡ് യെല്ലോ കളറിലൊരു വാർണിംഗ് മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെയൊക്കെ മെയിൽ ഐ ഡി തുറക്കുമ്പോൾ ഇതുപോലെ വാർണിംഗ് മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഈ വാർണിംഗ് മെസ്സേജ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം വളരെ ഈസി ആയിട്ട്. കാരണം നമ്മളൊക്കെ നമ്മുടെ ഒഫീഷ്യലായിട്ട് ഓരോ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി, നമ്മുടെ മെയിൽ ഐ ഡി ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഫോണിലുള്ള ഡാറ്റകൾ, നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസുകൾ, നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ വീഡിയോ വരെ അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ മെയിൽ ഐ ഡി എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡോണ്ട് ഗെറ്റ് ലോക്ക്ഡ് ഔട്ട് ഓഫ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു പോപ്പപ്പ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു യെല്ലോ കളറിൽ ഇവിടെ താഴെ ആഡ് റിക്കവറി ഇമെയിൽ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിക്കവറി മെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഏതെങ്കിലും കാരണവശാൽ ഹാക്കായി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡി നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെതോ നമ്മുടെ വീട്ടിലുള്ളതോ നമ്മുടെ പ്രിയപ്പെട്ട ആരുടേതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തന്നെ സെക്കൻഡ് ഇമെയിലൊക്കെ ഇവിടെ റിക്കവറി ഇമെയിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഉടനെ ആ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഫോർഗെറ്റ് അടിച്ചുകൊണ്ട് ഫോർഗെറ്റ് അടിച്ച് നിങ്ങളുടെ ആ റിക്കവറി ഇമെയിലിലേക്ക് OTP എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് തിരിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ഇമെയിൽ ഐ ഡി പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി റിക്കവറി ഇമെയിൽ ഐ ഡിയും റിക്കവറി ഫോൺ നമ്പറും നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. ഈ സെറ്റിങ്സിനകത്ത് തന്നെ ഇവിടെ ഇപ്പോൾ റിക്കവറി മെയിൽ ഐ ഡിയാണ് കാണുന്നത്. നിങ്ങൾ കുറച്ചുകൂടി താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ റിക്കവറി ഫോൺ നമ്പറും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലാത്ത നിങ്ങളുടെ കയ്യിലുള്ളൊരു സെക്കൻഡ് നമ്പർ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് മിസ്സാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് നമ്പറിലേക്ക് OTP വരുത്തിക്കൊണ്ട് ആ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ റിക്കവറി മെയിൽ ഐ ഡി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മറ്റൊരു സെക്കൻഡ് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളതോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്കൊരു OTP വരും. ആ OTP ആ മെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡി നിങ്ങൾക്ക് റിക്കവറി മെയിലാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒരിക്കലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു വാർണിംഗ് മെസ്സേജ്. നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ഇവിടെ വെച്ചും ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് റിക്കവറി മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ റിക്കവറി ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റിക്കവറി ഫോൺ നമ്പർ ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. റിക്കവറി ഇമെയിൽ നിലവിൽ എൻ്റെ റിക്കവറി ഇമെയിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അതിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ റിക്കവറി ഇമെയിൽ ഐ ഡി കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇമെയിൽ ഐ ഡി കൂടുതൽ സേഫ് ആക്കുകയും എനിക്ക് അത് കൂടുതൽ സെക്യൂർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അത് ശരിയാക്കി വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ ഏത് സമയത്താണോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് ഹാക്കായി പോവുക ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.